Hello everyone, good morning and welcome to another video that is a holy day in my life. So ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. I woke up around 7:15 and എണീച്ച ഉടനെ ഞാൻ എൻ്റെ പ്രഭാത പ്രാർത്ഥനാ കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ്. വേറൊന്നുമില്ല, നമ്മുടെ സാധാരണ പറയുന്നുണ്ടല്ലോ കരാഗ്രേ വസതി ലക്ഷ്മി ആസനമൊക്കെ. ആൻഡ് ചെറിയ സ്ട്രെച്ചിങ്ങും ചെയ്തു. സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് എൻ്റെ പുറകിൽ എൻ്റെ അമ്മ കിടന്നുറങ്ങുന്നുണ്ട്. അമ്മ എണ്ണീറ്റില്ല. പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ലല്ലോ, ഹോളിഡേ അതുകൊണ്ട് അമ്മ എണ്ണീറ്റില്ല. സോ ദാറ്റ്സ് മീ. സൂര്യപ്രകാശമൊക്കെ എൻ്റെ പുറകിൽ ഇങ്ങനെ കാണാം. ദെൻ ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്യാനായിട്ട്. രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ നല്ല മഴയായിരുന്നു. എന്ന അമ്മ പറഞ്ഞു, ഞാൻ പൂരം ഉറക്കമായിരുന്നു കേട്ടോ. സോ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വന്ന് നിൽക്കുകയാണ്. ചൂടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ കാണാം. ആൻഡ് വീടിന് ചുറ്റും ഞാൻ സ്ഥിരം എൻ്റെ പരിപാടിയാണ്. ഒരു അവധി ദിവസമാണെങ്കിലും വീടിന് ചുറ്റും ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പൂക്കളൊക്കെ കാണും. സോ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. ആൻഡ് ഓക്കെ, അപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ നടക്കുന്നു. ഇത് ആക്ച്വലി പൂവല്ല, മൊട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതും മൊട്ടാണ്, പൂവായില്ല. ഓക്കെ, അപ്പോൾ പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഹൈമൈ ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം. ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ പതിവ് എൻ്റെ കാര്യങ്ങളൊക്കെ റുട്ടീൻ തോന്നയ്യ ലേക്കിൻ എന്താണ് ഹിന്ദിയൊക്കെ കയറി വരുന്നു, ക്ഷമിക്കണം. എൻ്റെ പല്ലുതീപ്പും എൻ്റെ പതിവ് വായി നോട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. സോ ടുഡേ സാറ്റർഡേ. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. ലേറ്റായിട്ട് മീൻസ് ഞാൻ എപ്പോഴും എണീറ്റത്, ഞാൻ 7:20 റൈറ്റ്. അപ്പോൾ 7:20 എണീറ്റിട്ട് ആക്ച്വലി ഞാൻ ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന ടൈമാണ് 7:20. 7:30 എനിക്ക് ബസ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമാണത്. അപ്പോൾ അന്നേരം എണീറ്റു. നൗ ഇറ്റ്സ് 8 AM. അപ്പോൾ ഞാൻ നേരെ എൻ്റെ പഠിത്തപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇരിക്കാൻ പോവാണ്. എന്താണെന്ന് ചോദിച്ചാൽ മാത്സ് ചെയ്യാനുണ്ട്, കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ദെൻ ഇന്നലെ പോയിട്ട് വന്നതിൻ്റെ ബാക്കി, ഇന്നലെ സ്കൂളിൽ ഫിസിക്സിൻ്റെ കുറച്ച് ഡെറിവേഷൻസും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ചെയ്ത് തീർക്കാനുണ്ട്. സോ അത് ചെയ്യണം. അപ്പോൾ ലെറ്റ് ദ അഡ്വെഞ്ചർ ബിഗിൻ. അപ്പോൾ ഞാൻ മാത്സ് ബുക്കൊക്കെ എടുത്ത് വെച്ച് റെഡിയായി. കുറച്ച് നോട്ട് എഴുതി തീർക്കാനുള്ളതായിരുന്നു. ക്ലാസ്സിൽ ചെയ്യിച്ചത് കുറച്ച് ഫെയർ ആക്കി എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാനവിടെ വെച്ചൊരു ഒരു പേപ്പറിലാണ് എഴുതിക്കൊണ്ട് വന്നത്. അതൊക്കെ നോക്കി ഞാൻ എഴുതുകയാണ്. ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകണമെന്നാണ് സാധാരണ ഇവിടുത്തെ നിയമം. പുറത്ത് പോകണമെന്ന് മീൻസ് എനിക്ക് ഹോളിഡേ എനിക്ക് അവധിയാവാൻ ഇങ്ങനെ നോക്കിയിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ. ഞാനും അതായത് ഫാമിലി മൊത്തത്തോടെയാണ് ഇവിടുന്ന് പുറത്ത് പോകുന്നത്. പുറത്ത് പോകുന്നത് മീൻസ് സാധനങ്ങളൊക്കെ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെയൊരു വാർത്ത വന്നില്ല. പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് എഴുതുകയാണ്. സോ ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പ്രാക്ടീസിങ്. ഐ എം സ്റ്റിൽ പ്രാക്ടീസിങ്. നോ, തീരുന്നേ ഇല്ല. വൈ ബ്രോ, എന്തുകൊണ്ട് തീരുന്നില്ല? ഐ എം സ്റ്റിൽ പ്രാക്ടീസിങ്. ഇതിനിടയിൽ എനിക്ക് എൻ്റെ പാലവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കിട്ടി. സോ ഐ എം ഇൻക്ലൂഡിങ് ദാറ്റ് ഓൾസോ. വരുന്നു എൻ്റെ പാൽ. ഹിയർ കംസ് മൈ പാൽ. അപ്പോൾ ഓക്കേ.
ഞാനതൊന്ന് സിപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. എന്നിട്ട് അത് ചൂടാറുന്നത് വരെ കുറച്ചുകൂടെ മാത്സ് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എഴുതുന്നു, നോക്കി എഴുതുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, നോക്കി എഴുതുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. സോ യാ, സ്റ്റിൽ പ്രാക്ടീസിങ്. ആക്ച്വലി ഞാനിത് ചെയ്യുന്നത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. സോ കുറച്ച് നേരത്തേക്ക് ഞാനിത് താത്ത് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ പാൽ കുടിക്കുന്നു. കുറച്ച് ചൂടാറി. അപ്പോൾ ഞാൻ പാൽ കുടിക്കുന്നു. മീ ഡ്രിങ്കിങ് പാൽ. വളരെ സ്ലോ ആയിട്ട് ഞാൻ പാൽ കുടിക്കുന്നു. ഭയങ്കര ചൂടാണ്. അറ്റ്മോസ്ഫിയർ തണുപ്പും പാല് ചൂടും വണ്ടർഫുൾ അല്ലേ, കൊള്ളാം. യെസ്, അപ്പോൾ ഞാൻ വീണ്ടും പാല് താത്ത് വെക്കാൻ പോയിട്ട് എന്താ ഇത് വീണ്ടും എടുത്ത് കുടിക്കുന്നു. കുടിക്ക്, വേഗം ആട്ടെ, സമയമില്ല, വേഗം കുടിക്കൂ. അപ്പം ഞാനത് താത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങുന്നു. ഉറക്കം തൂങ്ങിയിരുന്ന് എഴുതുന്നതിൻ്റെയാണത്. സാരമില്ല, പ്രശ്നമില്ല, കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. ഐ എം നോട്ട് ഈവൻ ഗെറ്റിംഗ് വാട്ട് ടു റൈറ്റ്. എനിക്ക് അങ്ങോട്ട് ഒരു സുഖമില്ലാത്ത പോലെ രാവിലെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് റിഫ്രഷായിട്ട് വീണ്ടും എഴുതി തുടങ്ങിയിരിക്കുകയാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് നിവർത്താനായിട്ട് ഇങ്ങനെ പേന താത്ത് വെച്ചിട്ട് ഞാൻ പുറകിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇൻ ബിറ്റ്വീൻ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന് മുമ്പ്, അതായത് ഈ മാസം തന്നെ ഞാൻ ഇട്ട ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മെയ് 18, അതായത് ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. ആക്ച്വലി ആ പ്രോഗ്രാം നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടോ, ചില സാങ്കേതിക കാരണങ്ങളാൽ. സോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് പോകുന്ന കേസൊന്നും ഇതുവരെ വന്നില്ലായിരുന്നു എന്ന്, പക്ഷേ വന്നു. ഹൈ മൈ ഗ്രാൻഡ്മ. മൈ ഗ്രാൻഡ്മ സീയിങ് ഹൈ. ഓ മൈ ഗ്രാൻഡ്മ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. അപ്പോൾ എനിക്കൊരു അവധി കിട്ടാൻ നോക്കിയിരിക്കും ഇങ്ങനെ പുറത്ത് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ളതാണിത്. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന സമോസ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് 12:30. ഞങ്ങൾ പോയപ്പോൾ ഏകദേശം 10:30 ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇത് ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റ് ഐ തിങ്ക് 5:30 റൈറ്റ് നോ. ഓക്കെ, ഞാനൊരു ഉറക്കവും, അതായത് മറ്റേ സമോസ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് പ്രാക്ടീസും ചോറ് കഴിക്കലും ഉറക്കവും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇപ്പോൾ എന്നെ ചായ ഇടാൻ ഏൽപ്പിച്ചു. അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആൻഡ് പുറത്ത് നല്ല മഴയാണ്. നിങ്ങൾക്ക് വെള്ളം വീണത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇലയൊക്കെ അനങ്ങുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ക്ലിയർ അല്ല ഈ ഫോണിൽ നിന്ന് തോന്നുന്നു. ഈ ഷീറ്റിൽ നിന്ന് വെള്ളം വീഴുന്നത് കാണാമല്ലോ. ഐ ഹോപ്പ് സോ. ഷീറ്റിൽ നിന്ന് വെള്ളം വീഴുന്നു. ഐ ആം സ്റ്റിൽ ഈറ്റിംഗ്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന, ഞാൻ നേരത്തെ കണ്ടില്ലേ സമോസ, അതിൻ്റെ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഉഴുന്നുവടയൊക്കെ. അപ്പോൾ അത് കഴിച്ചു, ചായ കുടിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചായ കുടിച്ചിട്ട് ഇനി കുളിക്കാൻ പോകണം. ഹലോ, അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി കുളിക്കാൻ പോവാണ്. ഇപ്പോൾ സമയം 6:10 ആകുന്നു. അപ്പോൾ വേഗം വന്നിട്ട് വിളക്ക് കത്തിക്കണം. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ. സോ ഞാൻ വന്ന് വിളക്കൊക്കെ കത്തിച്ചു. ഹലോ, അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ പറഞ്ഞല്ലോ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ വന്നപ്പോഴേക്കും ഒരല്പം ലേറ്റായിപ്പോയി, കുളിച്ചിട്ട് വന്നപ്പോഴേക്കും. സോ നാളത്തെ പ്രോഗ്രാം പ്രമാണിച്ച് ഞാനിപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഡോണ്ട് മൈൻഡ്. ഞാൻ ഇന്നാളിലും പറഞ്ഞു
ഞാൻ കുളിച്ചിട്ടാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയത്. ഞാൻ ഈയിടെയായിട്ട് ഇങ്ങനെയാണ്, അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോറി, ദാറ്റ് ഈസ് ദ TV. സാരമില്ല. അപ്പോൾ ഓക്കെ, ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാണാം. സോ അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതായി സമയമായി. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തത്. പൊറോട്ടയും പിന്നെന്തായിരുന്നത്, എന്തോ ഒരു കറി. വാട്ട് വാസ് ദാറ്റ് കറി? ചില്ലി ഗോപി. അതും പിന്നെ ഉച്ചയ്ക്ക് വറുത്ത മീനും എല്ലാം കൂടെ എടുത്തു വെച്ച് ഞാനിങ്ങനെ കഴിക്കുന്നു. ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുമുണ്ട്. അമ്മയ്ക്ക് ഈ ചില്ലി ഗോപി ഇഷ്ടമല്ല, അപ്പോൾ അതിൻ്റെ പരമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സോ കഴിപ്പൊക്കെ കഴിയുമ്പോഴത്തേന് 10 മണി കഴിഞ്ഞു. അമ്മേനോട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ മാത്സും ഫിസിക്സും ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിവേ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.